ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയുടെ പ്രസ്താവനയിൽ ആത്മാർത്ഥതയില്ലെന്ന് SNDP മുൻ ജനറൽ സെക്രട്ടറി കെ. ഗോപിനാഥൻ. ശിവഗിരിയെ കലാപഭൂമിയാക്കാൻ ആന്റണി ശ്രമിച്ചു. തിരുത്താൻ പല കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിട്ടും ആന്റണി തയ്യാറായില്ലെന്നും പ്രതികരണം. ആന്റണിയോട് അറിവോടല്ലേ? ആന്റണി ഉത്തരവ് കൊടുത്താണല്ലോ, പിന്നെ അറിവിന്റെ പ്രശ്നം എന്തോന്നാണ്? ആന്റണി ഉത്തരവ് ഡൽഹിയിൽ പോയിരുന്നുകൊണ്ടുള്ള ഉത്തരവ് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ പോലീസ് പ്രവേശിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? ഇതിനു മുമ്പ് ക്ഷമ ചോദിച്ചില്ലല്ലോ. ഇപ്പൊ ക്ഷമ എന്ന് പറയുന്നത് സംഗതി പുറത്തു വന്നപ്പോൾ പലയിടത്തും പല കേന്ദ്രങ്ങളിലും ഇതാണ് വസ്തുതയെന്ന് അത്ഭുതപ്പെട്ട ആളുകളുണ്ട്. ഒരുപാട് പേര് വസ്തുത. അപ്പോൾ വസ്തുത ഇതാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി അന്ന് സമീപിച്ചത്. ആ സമീപനം അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല എന്ന് വേണം ധരിക്കേണ്ടത്. പക്ഷേ ആന്റണി ചെയ്യേണ്ടിയിരുന്നത് ഇപ്പം ഞാൻ പറയാം, കാരണം ഇന്നലത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പറയുന്നതാണ്. ശിവഗിരിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലീസിനെ അയച്ചതെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞില്ല, ഇതുവരെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു. അരുൺരാജ് കൊല്ലത്തും ചെയ്യുന്നു. അരുൺ, പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിലാണ് വീണ്ടും ശിവഗിരി വിഷയവുമൊക്കെ വീണ്ടും ചർച്ചയാകുന്നത്. അത് കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ അരുൺ? തീർച്ചയായും സുഹൈല, എന്തായാലും അന്നത്തെ ആന്റണി സർക്കാരിന്റെ കാലത്തെ ചില പോരായ്മകൾ, ആ തെറ്റുകളാണ് വീണ്ടും വലിയ തോതിൽ ചർച്ചകളാകുന്നത്. SNDP യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന കെ. ഗോപിനാഥ് പറയുന്നത് ഈ ശിവഗിരി മഠത്തെ കലാപഭൂമിയാക്കാനുള്ള തീരുമാനമായിരുന്നു അന്ന് ആന്റണിക്കുണ്ടായിരുന്നത്. ആന്റണി ഇപ്പോൾ നടത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള മാന്യതയും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും ഇല്ല. ഇത്തരം പ്രസ്താവനകൾ ഇപ്പോഴല്ലായിരുന്നു ആന്റണി നടത്തേണ്ടത്, ഇത് മുൻപേ നടത്താമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. താൻ പുസ്തകം എഴുതി ഇക്കാര്യങ്ങളിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയപ്പോഴാണ് ആന്റണിക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായത്. അന്ന് ശിവഗിരി മഠത്തെ കലാഭൂമിയാക്കി മാറ്റരുന്ന നിരവധി തവണ കോൺഗ്രസ് നേതാക്കളടക്കം ആവശ്യപ്പെട്ടതാണ്. കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും ശിവഗിരിയിൽ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്നു. പക്ഷേ ആന്റണി ഒരിക്കൽ പോലും ഇത് തിരുത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് SNDP യോഗത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഗോപിനാഥിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ വലിയ കലാപമായി പോകുമായിരുന്ന വിഷയം SNDP യോഗം വളരെ ശ്രദ്ധാപൂർവം വിഷയത്തെ കൈക്കൊണ്ട നിലപാട് കൊണ്ടാണ് കലാപമായി മാറാതിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആന്റണിയെ സംബന്ധിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നത് പല ഘട്ടത്തിൽ ആന്റണിയുമായി ഈ വിഷയം സംസാരിച്ചതാണ്. കോടതിക്ക് മുമ്പിൽ ഒരു ഉത്തരവായി വന്ന വിഷയം, അതിനെ പരിഹരിക്കാൻ നിരവധിയായ മാർഗങ്ങൾ ശിവഗിരിയെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അത്തരം മാർഗങ്ങളൊന്നും ആന്റണി സ്വീകരിച്ചില്ല. പകരം ഡൽഹിയിലെത്തിയ ആന്റണി പോലീസിനെ വിട്ടുകൊണ്ട് ശിവഗിരിയെ കലാപഭൂമിയാക്കാനാണ് ശ്രമിച്ചത് എന്നുകൂടി ഗുരുതരമായ പരാമർശം കൂടി കെ. ഗോപിനാഥിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആന്റണിയുടെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. സുഹേൽ, എന്തായാലും വർഷങ്ങളേറെ മുമ്പ് നടന്ന ശിവഗിരി വിഷയം വീണ്ടും ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ ചർച്ചയായതോടുകൂടി കോൺഗ്രസിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് SNDP അടക്കമുള്ള സംഘടനകളിൽ നിന്ന്, അതിന്റെ മുൻ നേതൃനിരയിൽ നിന്ന് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.